നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. 2 ആഴ്ച അല്ലേ? ഒരു രണ്ടാഴ്ച വല്ലാത്ത ഓട്ടമായിരുന്നു. ഭയങ്കര അനുഭവം. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് അമേരിക്ക പോയതാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാതെ പോയത് കാര്യം വെച്ചാൽ ഈ അമേരിക്കക്കാർക്ക് ഇത്രമാത്രം ഇഷ്ടം നമ്മളോടുണ്ടെന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴാണ് തിരിച്ച്. ഈ ലൂസ് ടോക്ക് നിങ്ങളെയൊക്കെ അവർക്കറിയാം, എല്ലാവർക്കും അറിയാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സമയത്ത് ഈ 6 മണിക്കാണല്ലോ ലൂസ് ടോക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഈ സമയത്ത് അവിടെ നേരം വെളുത്ത് വരത്തുള്ളൂ. അപ്പോൾ ഇവർ എൻ്റെ ചർച്ച വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കേൾക്കാൻ പറ്റിയത് അരമണിക്കൂറുണ്ടല്ലോ, ബ്ലൂടൂത്ത് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് മൊത്തം കേൾക്കുന്നവർ ഈ അമേരിക്കക്കാരാണ്. അത് നമ്മളെ അതിശയിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിന്റെ അവസാന പാർട്ടി പറയുന്നതിന് വരെ കമന്റുകൾ വരുന്നുണ്ട്. ഭയങ്കര ഇമ്പാക്റ്റ്. ഞാൻ 4 സിറ്റിയിലേ പോയുള്ളൂ. ഞാൻ പോയത് ആദ്യം ഹൂസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, അത് കഴിഞ്ഞ് ഞാൻ ഡാളസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി, ശേഷം ഷിക്കാഗോയിൽ പോയി, ലോസ് ആഞ്ചലസിൽ പോയി. ഈ ലോസ് ആഞ്ചലസിലായിരുന്നു കമ്പാരിറ്റീവ്ലി ചെറിയ പ്രോഗ്രാം അവസാനം. കാരണം വെച്ചാൽ അവിടെ ഞാൻ പെൺകണ്ടെടുത്ത് പോയതുകൊണ്ട് അവിടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായതാണ്. ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. ഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ ഹൂസ്റ്റൺ മുതൽ എല്ലായിടത്തും വലിയ ആൾക്കൂട്ടവും വലിയ സ്വീകരണവും ഒരുപാട് ചോദ്യങ്ങളും ഉണ്ട്. അത് വലിയ രൂക്ഷമായ ചോദ്യങ്ങളൊക്കെ ആളുകൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം, നമുക്ക് വിരുന്ന് തരാനുള്ള ആഗ്രഹം, ഫോട്ടോ എടുക്കാൻ. ഇപ്പോൾ ഒരു സ്ഥലത്തൊക്കെ 1-2 മണിക്കൂറാണ് ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ഓർക്കണം, വളരെ സെറ്റിൽഡ് ആയിട്ട് മനുഷ്യരെന്ന് ഓർക്കണം, സമ്പന്നരായ മനുഷ്യരെന്ന് ഓർക്കണം. ഇവിടെ മറ്റു സ്ഥലങ്ങൾ പോലല്ല, എല്ലാവരും സെറ്റിൽഡ് ആളുകളാണ്. പക്ഷെ ഭയങ്കര നമ്മുടെ ഒരു സ്വാധീനം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അമേരിക്കയിൽ പോകണം, എന്നാലേ പറ്റത്തുള്ളൂ. നമ്മളെ വാച്ച് ചെയ്യുന്ന ഒരു കൂട്ടം പ്രേക്ഷകരാണ്. അവർ നമ്മളെ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുക. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അവർ നമ്മുടെ പ്രോഗ്രാംസ് ആണ് കാണുന്നത്. അതേ ഉള്ളൂ. അവിടെ എല്ലാം വലിയ സ്ക്രീനിൽ വെച്ച് വലിയ സ്ക്രീനുണ്ട്, ഹോം തിയേറ്റർ ഒക്കെ ഉണ്ട് മിക്ക എല്ലാ വീടുകളിലും. അപ്പൊ അവിടെ നിന്ന് ഇവരില്ലാന്ന് കാണുന്ന വൈകുന്നേരം 2 അടിച്ചുകൊണ്ടിരുന്ന് കാണുന്നവരൊക്കെ ഉണ്ട് അവിടെ. നമ്മളപ്പോ അമേരിക്കൻ സമൂഹത്തിൽ നമുക്ക് വലിയ ഇൻഫ്ലുവൻസ്. എന്തായാലും അമേരിക്കൻ മലയാളികൾക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു വലിയ യാത്രയ്ക്ക് ശേഷം വന്നപ്പോൾ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. അതേക്കുറിച്ച് നമ്മൾ ഓൾറെഡി 2 വീഡിയോ അവിടെ നിന്നുള്ളത് കൊടുത്തു. ഇനി എനിക്കൊരു എന്റെ ഇതിൽ നേരിന്നറിയിക്കാത്ത ഒരു വ്ളോഗ് ചെയ്യണം. യാത്രാ പദ്ധതികളെല്ലാം ഉണ്ട്. തിരക്കാണ്, ഇലക്ഷനാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഓടി പോകുന്നത്. ഞാൻ ലണ്ടനിൽ വന്നിട്ട് പിള്ളേർ അവിടെ ആണല്ലോ, അവരുടെ അടുത്ത് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരായിരുന്നു. പക്ഷേ ഇലക്ഷൻ നേരത്തെ ആയത് കാരണം നേരെ ഞാൻ ലണ്ടനിൽ നിന്ന് ഇറങ്ങാതെ തിരിച്ചു പോകുന്നു. നേരെ അപ്പൊ അതിന്റെ ഇടയിലാണല്ലോ പിന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയെ ബന്ധപ്പെട്ടൊരു വിഷയം ഉണ്ടായല്ലോ. അതിനകത്ത് ഒരുപാട് കമന്റുകൾ വന്നു. ഞാൻ അതിനകത്ത് പ്രതികരിക്കാൻ പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് സത്യത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ വന്ന ഒരു സംഭവമാണ്. അതായത് ശ്രീനാദേവി കുഞ്ഞമ്മയെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു, റേഷൻ കാർഡിൻ്റെ അല്ലേ, റേഷൻ കാർഡ്. അപ്പം ഞാനൊരു ശബ്ദരേഖ കൊടുക്കുന്നു, വിശാഖന് ശബ്ദരേഖയാണ് ഞാൻ കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക്, തെറി കേട്ടത് വിശാഖനാണ്. വിശാഖനും ശ്രീനാദേവി കുഞ്ഞമ്മയും തമ്മിൽ നല്ല പരിചയമാണ്. ഞങ്ങൾ തമ്മിലും നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ അതുകൊണ്ട് ആ സൗഹൃദത്തിൻ്റെ ഭാഗത്ത് എനിക്ക് ഇൻഫർമേഷൻ നൽകിയത്. അപ്പം ഞാൻ ഇതേവിടെ കൊടുക്കുമെന്ന് ഒരിക്കൽ പോലും ഇവരാരും കരുതിയില്ല. അപ്പോൾ എന്നെ സംഭവിച്ചാൽ ഞാൻ ഈ അമേരിക്കയിലെ ഓട്ടത്തിനിടയിൽ, ഓട്ടമാണല്ലോ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കിട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 2-2.5 മിനിറ്റ് ഉണ്ട് നിങ്ങളുടെ സംഭാഷണം, 2-3 മിനിറ്റ് ഉണ്ട് നിങ്ങളുടെ സംഭാഷണം. ഞാൻ കഥ മുഴുവൻ പറയും. അപ്പോൾ പിന്നെ ഞാനത് പറയുന്നേക്കാളും നല്ലതാണല്ലോ. ഞാൻ മൊത്തം കേട്ടില്ല നിങ്ങളോടുള്ള ഇത് കാരണം. ഞാൻ നിങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? നമ്മളെ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞാണ്. അതപ്പോൾ അവൾ ഇവൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാടൻ ഭാഷയിൽ. അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോ വിശദമായിട്ട് ചെയ്തിരുന്നു. ഞാൻ ശ്രീനാദേവിയെ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ശ്രീനാദേവി പ്രതികരിക്കുന്നത് നമ്മളോടാണ്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ശ്രീനാദേവിയുടെ ആ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് അത് മുഴുവൻ കേൾപ്പിക്കാം. പിന്നെ അതൊരു കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അത് സംസാരിച്ച്, നമുക്കൊരു ഒന്നും പിടികിട്ടാത്ത ഒരു ഓഡിയോ ആയതുകൊണ്ട് ഞാൻ ആ ഓഡിയോ മുഴുവൻ കേട്ടതിന് ശേഷം അത് വെച്ച് ഞാനൊരു വീഡിയോ അങ്ങ് ചെയ്യുക. ആ വീഡിയോയുടെ ഒരു രത്നച്ചുരുക്കമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മളത് ഈ പറയുമ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ, നമ്മൾ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മളപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ വരുന്നു. അത് പക്ഷേ ഇത് പിറ്റേന്ന് ഈ വന്ന് ഇതിനകത്ത് മുഴുവൻ ക്യാപ്ഷന് മൊത്തം ഇത് വരുന്ന കണ്ടപ്പോഴാണ് ഞാൻ നോക്കുമ്പോഴാണ് ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു ഇത് എന്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ്. ഒരിക്കലും അതൊരു റിപ്പോർട്ടിംഗ് ആയിരുന്നില്ല, ഒരു സൗഹൃദ സംഭാഷണം. ഒരു കാര്യം അറിഞ്ഞത് ഒരാളോട് പറഞ്ഞ് അങ്ങനെ കരുതിയാൽ മതി. എന്തായാലും പ്രേക്ഷകർക്കുണ്ടായ ബുദ്ധിമുട്ട് നമ്മൾ സോറി, കാരണം നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മളല്ലാതെ അങ്ങനെ ഒരു വീഡിയോയിലോ ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ എല്ലാവരോടും പരസ്പര ബഹുമാനം പുലർത്തുന്നതാണ്. നമുക്കിന്ന് 2 വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഒന്ന്, അമേരിക്കൻ്റെ യുദ്ധം, ഇറാൻ നടത്തിക്കൊണ്ടെങ്കിൽ യുദ്ധം വഷളാവുന്നു. 2, കേരളത്തിലെ കോൺഗ്രസിലെ യുദ്ധവും വഷളാവുന്നു. അപ്പം ഈ അമേരിക്കയിലെ അപ്ഡേഷൻ നിങ്ങൾക്ക് ഏകദേശ ധാരണയുള്ള പറയണ, കാരണം വിദേശ വാർത്ത കൂടുതൽ കൈകാര്യം ചെയ്ത് ഞാനായതുകൊണ്ട് എനിക്കായിരിക്കും പറ്റുന്നത്. ഈ അമേരിക്കയിലെ അമേരിക്കയുടെ വ്യോമതാവളത്തിന് മുകളിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടു. അത് എവിടെ നിന്നാണെന്ന്
അറിയില്ല എന്നുള്ളതാണ് അവരുടെ താവളത്തിന് മുകളിലേക്ക്. പിന്നെ മറ്റൊന്ന് സൈപ്രസിലേക്ക് വീണ്ടും അതെ അവർ അതിനൊക്കെ അപ്പുറത്തേക്ക് അമേരിക്കൻ ഇസ്രായേലും സംയുക്തമായി ഇറാന് നേരെ നടത്തുന്ന യുദ്ധം അതിഭയങ്കരമായ രീതിയിൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അത് വെച്ചാൽ ഇന്നിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഇറാൻ കുവൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാടത്തിന് തീയിട്ടു. ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് പ്രകൃതിവാതക ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക സംവിധാനം അവർക്കുള്ളത് വിതരണ പൈപ്പ്, അതിൽ അല്ല പൈപ്പല്ല, അവരുടെ ശുദ്ധീകരണശാല, അവരുടെ ഡിപ്പോ, അതിൽ അവർക്ക് ബോംബിട്ടു. സൗദി അറേബ്യയിലെ എണ്ണ സ്ഥാനത്തിലേക്ക് ബോംബിട്ടു. തിരിച്ച് ഇസ്രയേൽ ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ഇറാന്റെ സ്ഥാനത്തിൽ അവർ ബോംബിട്ടു. അപ്പം അങ്ങനെ ഇപ്പോൾ എണ്ണ യുദ്ധമായി മാറി. എന്ന് മാത്രമല്ല ട്രംപ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞാൻ ഇറാന്റെ എല്ലാ എണ്ണ സംവിധാനങ്ങളും തകർക്കുമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ എണ്ണയെ തൊട്ടുള്ള കളി മറ്റു കളി പോലല്ല. അതായത് ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ വിശാഖൻ, അതായത് യുദ്ധം ഇങ്ങനെ നടന്നപ്പോഴും ഇറാൻ GCC രാജ്യങ്ങൾ ആക്രമിച്ചപ്പോഴും ഇവർ ബോധപൂർവം എണ്ണ ശുദ്ധീകരണശാലകൾ വിട്ടിരുന്നു. അതെ, എണ്ണ ശുദ്ധീകരണ ഒന്നാമത്തെ കാര്യം തീ പിടിച്ച തീ കെടുത്താൻ പറ്റത്തില്ല. കുവൈറ്റ് യുദ്ധത്തിലുള്ള രണ്ട്, ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി. ഒന്നാമത് ഹോർമോസ് കടലിടുക്ക് ഇവർ അടച്ചിട്ടിരിക്കുന്ന കാരണം ഈ എണ്ണ ഗതാഗതം നടക്കുന്നില്ല. ഇവർ ലോകം മുഴുവൻ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് ഇറാന്റെ നീക്കം. ഇതിപ്പോ അങ്ങനായി. അതെ, എങ്കിലേ ഇറാന് രക്ഷയുള്ളൂ എന്ന് അവർക്ക്. ഏതാണ്ട് 60-70 ബാരലിന് ഡോളർ വില ഉണ്ടായിരുന്നു യുദ്ധത്തിന് മുമ്പ്. ഇന്ന് $108 ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ വാർത്ത നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് 200 ബാരലായി മാറുമെന്നാണ് പറയുന്നത്. ബാരലിന് $200 മാറും. അപ്പോൾ പിന്നെ നമുക്ക് വില കൂട്ടാതെ പിടിച്ചിരിക്കുക, കംപ്ലീറ്റ് ക്ഷാമവും ഇത് ലഭ്യമല്ലാതാകും. ഈ എണ്ണയുടെ അതിനേക്കാൾ പ്രധാനപ്പെട്ട പ്രകൃതിവാതം. ഇന്നൊരു ദിവസം 30% വില കൂടി പ്രകൃതിവാതം. ഇപ്പം നമുക്ക് അവിടെ യുദ്ധം തുടങ്ങിയപ്പോഴിവിടെ ഗ്യാസ് കുറ്റി കിട്ടാതായത്. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഒന്ന് ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നം കാരണം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. രണ്ട്, ഈ പ്രകൃതി ഇപ്പം ദുബായിയുടെയും സൗദിയുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രകൃതിവാതക സംവിധാനങ്ങളിൽ അടച്ചു എണ്ണശാലകൾ അടച്ചു. അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് ഒഴിപ്പിച്ചു. അതിന് ഇവർ കൃത്യമായി പറഞ്ഞു ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എണ്ണശാലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം പെരുത്തതോടുകൂടി നമ്മൾ കരുതുന്നതിനപ്പുറത്തേക്ക് യുദ്ധം പോവുകയാണ്. ഈ കണക്കിന് ഇവരുടെ കയ്യിൽ അനുഭവം ഉണ്ടായിരുന്ന അവർ കൃത്യമായിട്ട് പ്രയോഗിക്കുകയാണ്. അത് അതിനു മുമ്പ് അത് ഇല്ലാതാക്കിയത് കൊണ്ട് മാത്രമാണ് അനുഭവം ഉണ്ടായിരുന്നത്. ഇത്രയും ചെയ്യാൻ മുതിർന്ന സ്ഥിതിക്ക് അതും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, അത് ഓക്കെ. ഞാൻ പറഞ്ഞത് ഇറാനെ നിയന്ത്രിക്കണമെന്നുള്ള സത്യം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ എണ്ണ യുദ്ധം തുടങ്ങി വെച്ചത് അമേരിക്കയാണ്. അതായത് ഈ കാർഗ് എന്ന് പറയുന്ന ഒരു ഇസ്രായേലിന് ദ്വീപുണ്ട്, ഇറാന്റെ ഈ കാർഗ് ദ്വീപിലാണ് അവരുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, റിഫൈനറികളും ഡിപ്പോകളും എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ അമേരിക്ക ആക്രമണം നടത്തുന്നു. അപ്പോൾ അവർ ട്രംപ് പറഞ്ഞത് ഞങ്ങൾ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചിട്ടില്ല, പക്ഷെ അവിടുത്തെ സൈനിക സംവിധാനം ആക്രമിക്കുമെന്ന്. അതെ, പക്ഷേ ഇത് ഭയങ്കരമായ, അന്നേ ഞാൻ ഇതിനെക്കുറിച്ച് വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ വിചാരിക്കുന്നിടത്ത് നിൽക്കില്ല. അപ്പോൾ അവർ തിരിച്ചടിച്ചു. ഇതുവരെ അവർ അമേരിക്കയുടെ ഇപ്പം UAE-ക്കെതിരെ ആക്രമിച്ചാലും, ഇപ്പം UAE വിമാനത്താവളത്തിലേക്ക് ബോംബിട്ടു എന്നുള്ള സത്യമാണ്. അതിന് വാതികളൊക്കെ വീണു. അത് ഒരുപക്ഷെ വഴിതെറ്റി വന്നായിരിക്കും. വിമാനത്താവളത്തിനകത്ത് വീണിട്ടില്ല. സൗദി വിമാനത്താവളത്തിനടുത്ത് വന്നു, കുവൈറ്റ് വിമാനത്താവളത്തിനടുത്ത് വന്നെങ്കിൽ ഇവരൊരിക്കലും അമേരിക്കൻ ഫോക്കസുകൾ ഒഴികെ അറ്റാക്ക് നടത്തിയിട്ടില്ല. അവർ പെഷസ്കാൻ പറഞ്ഞത് ഞങ്ങൾ അയൽ രാജ്യങ്ങളെ ആക്രമിക്കത്തില്ല എന്നായിരുന്നു. അപ്പൊ ഈ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇന്നാണ് അത് അത്രയും ശക്തമായിരിക്കുന്നത്. ഈ എണ്ണ പ്രതിസന്ധി എന്ന് പറയുന്നത് സാരമല്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നുണ്ട്. ഇപ്പം ആളുകൾ വെളിയിൽ പറയുന്നത്, ഇപ്പം UAE സർക്കാരൊക്കെ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നവരെ പിടി ജയിലിടുവാണ്. ആ ജയിലിടുന്നത് മാത്രം വിടുന്നില്ലെന്നുള്ളൂ. എന്തിനേറെ ഇസ്രായേൽ. ഇപ്പം എനിക്ക് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ട്. ഈവൻ ഞാൻ ഇത്തവണ അമേരിക്കയിൽ പോയപ്പം ഒരു ഇറാൻ സ്ത്രീയെ പരിചയപ്പെട്ടു. അവരുമായിട്ട് എനിക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഈ മാറ്റത്തിന് ആഗ്രഹിക്കുന്നതാണ്. അപ്പം അവരുടെ ഈ സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്ത് ജീവൻ രക്ഷപ്പെട്ട് അമേരിക്കയ്ക്ക് പോയ സ്ത്രീയാണ്. അവരെന്നെ കാണാനോട് വന്നു. ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഇവിടെ പങ്കെടുക്കുന്നെന്ന് അറിഞ്ഞ് ഞാൻ ഒരു പരിപാടി എനിക്കൊന്ന് ലോസ് ആഞ്ചലസ് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരു മലയാളി അല്ല, നമുക്ക് ഉറപ്പുള്ള ഒരു സ്ത്രീ ഇരിക്കുന്നു, മുമ്പിലിരിപ്പുണ്ട്. ഒരു നമുക്കറിയാം ഇറാനിയാണ്, നമുക്കറിയാം, മലയാളത്തിലാണ് സംസാരിക്കുന്നത്, നമ്മൾ മലയാളത്തിൽ. ഇവരൊന്ന് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അന്വേഷിച്ച് വരുമ്പോൾ അവർ എന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞു. അവർ ഒരു അമേരിക്ക താമസിക്കുന്ന ഇറാനിയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചടുത്തിരുത്തിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ കൺസേൺ എന്നാന്ന് പറഞ്ഞാൽ
ഇറാനെ ആരും ന്യായീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ കൺസേൺ. അവരവിടെ രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നതാണ്. അവിടുത്തെ എന്താ ഖൊമേനിക്കെതിരായിട്ടുള്ള ഖൊമേനിക്കെതിരായി അവിടുന്ന് പോകുന്നതാണ്, ശബ്ദമാണ്, അഭിമത ശബ്ദമാണ്. അപ്പോൾ അവർ ഇന്ത്യ അനുകൂലിക്കുന്നതൊക്കെ ഭയമൊക്കെ അവർക്കുണ്ട്. ഇന്ത്യയുടെ ആ നിലപാടിനോട് അവർക്കൊരു അപ്പം ഞാൻ എൻ്റെ സംഭാഷണത്തിൽ ഇറാനെന്നും ഇതൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് എന്താ ഞാൻ പറഞ്ഞതെന്ന് അറിയത്തില്ല. ഞാൻ ഇറാൻ എന്ന് പറയുന്നുണ്ട്, ഈ അമേരിക്കയുടെ യുദ്ധത്തെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട്. അവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ടുള്ള അവർക്ക് അനുകൂലമാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഇറാൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ രാജ്യമാണ്. നമുക്ക് ബോധ്യപ്പെട്ടു. അത് ഇത്രയും പിടിച്ചതെന്നില്ലേ ഇപ്പോഴും പിന്നെ ഖൊമേനി മരിച്ചു, ഖൊമേനിയുടെ മകനെ ഒരു ആക്കിയിരിക്കുന്നു, ഒരു സൈനിക മേധാവി വരെ സൈനിക മേധാവിയെ കൊന്നു. ഇപ്പൊ അവരുടെ സുപ്രീം സുരക്ഷാ ഓഫീസറെ കൊന്നു, അവരുടെ ഇന്റലിജൻസ് മന്ത്രി ഇന്നലെ കൊന്നു, ഇന്നലെ തന്നെ 2 പേരെ കൊന്നു, ഇന്റലിജൻസ് മന്ത്രി. ഇങ്ങനെയൊക്കെ ആയിട്ടും ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരുടെ കൈ മിസൈൽ സേവനം തീർന്നു പോയി എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞത്. വെറുതെയാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇവർ ആ ഫ്രണ്ടിൽ അണുവായുധം മിസൈലിന്റെ തുമ്പിൽ അണുവായുധം പിടിപ്പിക്കാൻ വെച്ചിരുന്ന ആ അണുവായുധം ഇല്ലായ്മ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതാണ്. പക്ഷേ ഇവർ ഭീകരമായി അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന ഈ അറ്റാക്ക് ഇപ്പം തന്നെ ഈ ലോകത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം ചില്ലറയല്ല, ഭയങ്കരമായിട്ടുണ്ട്. ഭയങ്കര നഷ്ടമാണ് ലോകത്തിനുണ്ടായിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ഇപ്പം നോക്കൂ വിശാഖൻ, ഈ ഗൾഫ് രാജ്യങ്ങളുടെ സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കും. UAE എന്ന് പറയുന്ന രാജ്യം, ദുബായും അബുദാബിയും ഷാർജ അടക്കമുള്ള ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിരുന്നു. ഒരാൾ വരുന്നില്ല, ഉള്ളവരെല്ലാം ഫ്ലൈറ്റും ഇല്ലല്ലോ, ഒരു വിമാനമില്ല, ഉള്ളവരെല്ലാം പോയി. അപ്പൊ ടൂറിസ്റ്റ് പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. അതുപോലെ ജോലി ചെയ്യുന്നവരും ഭീതിയിലാണ്, നമ്മുടെ മലയാളികൾ മൊത്തം ഭീതിയിലാണ്. പല പ്രശ്നങ്ങളുണ്ട്, വെളി വരുന്നില്ലെന്നേ ഉള്ളൂ. ഇല്ല, അത് മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. വെളി വന്ന പ്രശ്നമാണ്. ഞാൻ അതാ പറഞ്ഞേ, ഇസ്രായേൽ മറ്റു രാജ്യങ്ങൾ പോലല്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ്. അമേരിക്കയും ബ്രിട്ടനും പോലെ സ്വാതന്ത്ര്യമുള്ള ഇസ്രായേൽ പോലും അവിടെ വീഴുന്ന ബോംബിന്റെയോ അല്ലെങ്കിൽ മിസൈലിന്റെയോ ദൃശ്യങ്ങൾ വെളി വിട്ട കേസാണ്. അത് കാരണം അവർക്കൊരു നാണക്കേട് കൂടി. കാരണം ഇവർ വലിയ സംഭവമാണ്, ലോകത്തിലേക്കും വലിയ ഇന്റലിജൻസ് ശൃംഖലയുള്ള. ആകെപ്പാടെ ഇസ്രായേലിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അവർക്ക് എല്ലാവർക്കും, ഞാൻ പോയതാണല്ലോ, ബങ്കറുണ്ട്. അപ്പം ഒരു സാധനം, ഒരു മിസൈൽ അവിടെ നിന്ന് ഈ ഇസ്രായേലിന്റെ വ്യോമപരിധി കയറിയാൽ അപ്പം സൈറൺ മുടങ്ങും. ആളുകളെല്ലാം ബങ്കറിൽ പോകും. അപ്പോഴത്തേക്ക് ഇത് തട്ടിയില്ലെങ്കിൽ പോലും ആളുകൾ സേഫാണ്. അതെ, കാരണം വെച്ചാൽ എല്ലാവരും ബങ്കറിലേക്ക് പോകും. അപ്പോൾ അത് ആ സമയം ഈ ഒരു സംവിധാനമാണ്. എന്തായാലും ഭീകരമായ അവസ്ഥയിൽ പോകുന്നു. ഇതൊരു വല്ലാത്ത പുലിവാലാണ്. അമേരിക്കയ്ക്ക് തലയുരാൻ പറ്റുന്നില്ല. ഇസ്രായേൽ ഇതിനും നേട്ടം ചെയ്തു, തുടങ്ങി പോവുകയും ചെയ്തു. ഇനി അമേരിക്ക എന്ത് പറഞ്ഞു, ഇനി അതാണ് പറയുന്നത്, ഇന്ത്യ മോഡി ഒരു വിളി വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് ഇടയ്ക്ക് UAE അല്ലേ പറഞ്ഞത്. അപ്പോൾ അതുപോലെ UAE ഭരണാധികാരി പ്രസിഡന്റുമായിട്ട് മോദി ഇന്നലെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, കുവൈറ്റ് ഷെയ്ഖുമായി. കാരണം ഇത് ഇന്ത്യയെ പോലെ ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമായിട്ട് മാറും. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലേക്ക് വിഷയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ വാർത്തകൾ സെൻസർ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് നമുക്ക് അധികം വാർത്തകൾ കിട്ടാത്തത്. പക്ഷേ ഖത്തറിലെ എണ്ണപ്പാടത്തിന് നേരെ ഖത്തറിന്റെ പ്രകൃതിവാദി നോക്കണേ. ഖത്തറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് പ്രകൃതിവാദമാണ്. ഖത്തറിന്റെ പ്രകൃതിവാദക ശൃംഖല തന്നെ തകർക്കാന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരവിടുത്തെ ഇറാന്റെ ഡിപ്ലോമാറ്റ്സിനൊക്കെ പുറത്താക്കി. ഈ ഖത്തറും ഇറാനും തമ്മിൽ നല്ല ബന്ധമുള്ള രാജ്യമാണ്. അതും പോയി കംപ്ലീറ്റ് പോയി. ഞാൻ പറഞ്ഞേ, വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇസ്രായേലിന് വേണ്ടി ബാക്കിയുള്ളവരൂടെ ഇപ്പം സഫർ ചെയ്യേണ്ട ഒരു കുഴപ്പത്തിലേക്ക്. ഇസ്രായേലിനെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവരിപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർ സേഫാണ്. പക്ഷെ ഇതാരും ഇതിനകത്തൊരു മധ്യസ്ഥത വയ്ക്കണം. എല്ലായിടത്തും ട്രംപ് ലോക സമാധാന വാഹകനായിട്ട് വരുന്ന ആളാണ്. ട്രംപാണ് യുദ്ധം ചെയ്തത്. ഇപ്പൊ ട്രംപാണ് യുദ്ധം ചെയ്തത്. മോദി മാത്രമുള്ള പ്രതീക്ഷ അത്രേ ഉള്ളൂ. ഇവരൊക്കെ ആയിട്ട് ബന്ധമുള്ളതും മോദിക്കുള്ളൂ. പക്ഷെ മോദി ആരംഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നലെയൊക്കെയായിട്ട് മോദി എല്ലാവരും ടെലിഫോണിൽ വിളിക്കുന്നുണ്ട്. അത് ഇന്ത്യ ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ച ഇന്ത്യക്കും ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഒരു വലിയ പേരായിട്ട് മാറും. അത് ഇതിപ്പോൾ വല്ലാത്തൊരു പുലിവാലാണ്. എന്ത് സംഭവിക്കുന്നത് നടത്തില്ല. ഇറാനുമായും ബന്ധമുള്ള നമ്മളെ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മുടെ കപ്പലുകളെല്ലാം വിട്ടയച്ചു. എന്നാലും ഭീകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിയന്ത്രണം വിട്ടുപോകുന്ന യുദ്ധമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അത് അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കടക്കൂ. നിങ്ങൾ പറയൂ, നിങ്ങളാണല്ലോ അത് കൃത്യം ഫോളോ ചെയ്യുന്നത്. ഞാൻ കുറേ ദിവസങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇതിപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ വളരെ നല്ല ഒരു മാറ്റത്തിന്റെ കാലാവസ്ഥ, ഒരു കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജനം ആഗ്രഹിക്കുന്നു. ആ സമയത്താണ് ഈ കുമ്പക്കുടി സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. ഈ പ്രശ്നം മുഴുവൻ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. അതിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എല്ലാവരും സുധാകരന് സീറ്റ് കിട്ടിയെന്ന ചാനലുകളൊക്കെ എടുത്തു. പക്ഷെ അവരെല്ലാം ഇപ്പോൾ വീണ്ടും യു-ടേൺ അടിച്ചിട്ടുണ്ട്. ഇതുവരെ പട്ടിക വന്നിട്ടില്ല. ഈ പട്ടികയിൽ സുധാകരൻ്റെ പേരില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു.
സുധാകരൻ ഉണ്ടാക്കി വെച്ച ഒറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അയാൾ MP സ്ഥാനമാണ് കളഞ്ഞിട്ട് അയാൾ MLA ആകാൻ മത്സരിക്കും എന്ന് പറഞ്ഞ് ഇയാൾ മുന്നോട്ട് വന്നതോടെ നമ്മുടെ പുറകെ ഇപ്പം അടൂർ പ്രകാശ്, MK രാഘവൻ, കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ അടക്കമുള്ളവർ MP മാർ മത്സരിക്കാൻ റെഡിയായി വന്നപ്പോഴാണ് അത് തീർത്തു ഒരു MP ക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്നലെ എനിക്ക് വെളുപ്പാങ്കാലത്ത് 2:30 വരെ ചർച്ച. അതെ, എന്നിട്ട് VD സതീശന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലായത് K സുധാകരന് സീറ്റ് ഇല്ല എന്ന് തന്നെയാണ്. ഈ സീറ്റ് ഇല്ല എന്നുള്ളത് രാവിലെ വരുന്നു, സുധാകരൻ പത്രസമ്മേളനം വിളിക്കുന്നു, ഉച്ചക്കത്തേക്ക് പൊടുന്നനെ അദ്ദേഹം പത്രസമ്മേളനം മാറ്റിവെക്കുന്നു. അടൂർ പ്രകാശൻ തനിക്ക് സീറ്റില്ല, കോന്നിയിലേക്കില്ല എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. സുധാകരൻ പത്രസമ്മേളനം റദ്ദാക്കിയതിന് പിന്നാലെ അടൂർ പ്രകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു. അദ്ദേഹം കോന്നിയിൽ അവകാശവാദം ഉന്നയിക്കുന്നു. എന്തായാലും ഈ പൊറാട്ട് നാടകം കണ്ട് ഇവിടുത്തെ ജനങ്ങളാകെ സങ്കടത്തിലാണ്. അതാണ് ഏറ്റവും ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് 3-4 കാര്യങ്ങളിലേക്കും പോകണം. ഒന്ന്, നമ്മൾ ഈ സുധാകരനെ നമ്മൾ കാണുമ്പോൾ 2 കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ, ഇത്രയും ദിവസം ഇല്ലാതിരിക്കുമ്പോൾ, ഇത്ര സമയം ഇല്ലാതിരിക്കുമ്പോൾ, എല്ലാം LDFും UDF LDFും BJPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് ഇനി അധികം ദിവസമില്ലല്ലോ. ഒന്നുമില്ല, നോമിനേഷൻ 23 വരെ ഉള്ളൂ. അതായത് തിങ്കളാഴ്ച 2 ദിവസമേ ഉള്ളൂ. നാളെ അവധിയാണ്, നാളെ പറ്റത്തില്ല. ഞായറാഴ്ച അവധി, നാളെ ഞായറാഴ്ച, ശനിയും തിങ്കളും മാത്രമേ ഉള്ളൂ. ഈ 2 ദിവസങ്ങളുള്ളപ്പോൾ അപ്പം തീർച്ചയായും ഈ പ്രതിസന്ധി കോൺഗ്രസിനോടുള്ള ആത്മവിശ്വാസം, അതായത് UDFിനോടുള്ള ജനങ്ങളുടെ ആത്മവിശ്വാസത്തെ ദോഷമായി ബാധിക്കും. പക്ഷെ ഇപ്പോഴും എനിക്ക് ഈ സുധാകരൻ ചെയ്ത തെറ്റാണ്, സുധാകരൻ ഈ സമയത്ത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുമ്പോഴും നമുക്കൊരു ന്യായീകരിക്കാൻ തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ അന്തസ്തുള്ള, അതായത് ഈ കോൺഗ്രസ് നേതാക്കന്മാരിൽ നട്ടലുള്ള അപൂർവ നേതാക്കൾ ഒരാൾ സുധാകരൻ. അതെ. അപ്പോൾ ഈ സുധാകരനെ ഇവരെ അതായത് സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് വലിയ സമരങ്ങളുടേതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അക്രമസമരങ്ങളും അല്ല, അങ്ങനെയല്ല, നേരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അല്ല, അങ്ങനെ നമ്മളതിനെ ഇങ്ങനെ കാണാന്ന് വെച്ചാൽ, കണ്ണൂരിൽ CPIM എന്താണ് സംഘടിതമായി അക്രമം അഴിച്ചുവിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ഭയന്ന് പിന്മാറുന്നു, അല്ലാത്ത പലരും കൊല്ലുന്നു. ഈ സുധാകരൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. അതാണ് അദ്ദേഹത്തിന് നേരെ പല ബോംബാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കത്തിക്കുത്തി ശ്രമം ഉണ്ടായിട്ടുണ്ട്, എത്രയോ ശ്രമങ്ങൾ ഈ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഇങ്ങനെയെല്ലാം നടന്നിട്ടും ഇയാൾ ഇവിടെ നിന്ന് തൻ്റെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരിക്കലെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ, പാർട്ടി ഗ്രാമത്തിൽ ഒരാൾ കോൺഗ്രസിനോട് പാർട്ടി ഗ്രാമത്തിൽ ഒരാൾ CPMന് താല്പര്യമില്ലാത്തൊരു കാര്യം ചെയ്തതിൻ്റെ പുറത്ത് അയാൾ മരിച്ചു പോവാണ്. മരിച്ച ആളുടെ അടക്കിന് പോലും അനുവദിക്കുന്നില്ല. ഊരുവിലക്കാണ്. അന്ന് ഇവിടെ പെട്രോമാക്സ് ആളെയും കൂട്ടി അവിടെ പോയി ആ ബോഡി അടക്കി കൊടുത്ത്, ആ പാർട്ടി ഗ്രാമത്തിൽ ഇപ്പോൾ ബോഡി ഇറക്കി കൊടുത്തത് ഈ സുധാകരനാണ്. വേറെ ആർക്കും പറ്റത്തില്ല. അങ്ങനെ പലതവണ അതിജീവിച്ചു വന്ന ഈ സുധാകരനെ ഇവർ നേരത്തെ KPCC പ്രസിഡന്റും നേരത്തെ ലീഡറും ഒക്കെ ആയിരുന്നെങ്കിൽ പണ്ടേ CPM ഇപ്പോൾ പിണറായി എന്ന് പറയുന്നൊരു വിനാശം ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് അവസാനം സുധാകരന് KPCC പ്രസിഡന്റ് പദവി കിട്ടുന്നു. വളരെ വൈകിയാണ് വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, VD സതീശൻ പ്രതിപക്ഷ നേതാവായ അതേ ഒരു പാറ്റേണിലാണ് ഈ സുധാകരൻ KPCC പ്രസിഡന്റ്. എന്തിനാണ് സുധാകരനെ അവർ KPCC പ്രസിഡന്റ് മാറ്റിയത്? അതിപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യം. അത് ഒരാവശ്യമില്ലാത്ത ഒരു നാടകമായിരുന്നു. അപ്പോൾ സുധാകരൻ അതിന് വഴങ്ങിയത് നിയമസഭയെ മത്സരിപ്പിക്കാന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ പിന്നെ സുധാകരനെ നിയമസഭ മത്സരിക്കാൻ നേരത്തെ ഇവർ ആദ്യം തന്നെ അത് സമ്മതിക്കണമായിരുന്നു, പിന്നെ പോളിസി പറയരുതായിരുന്നു. അങ്ങനൊരു ന്യായമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ സുധാകരൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ കിട്ടുന്ന ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഒരിക്കലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. മാത്രമല്ല, എനിക്കൊന്ന് സുധാകരൻ 12 മണിക്ക് പത്രസമ്മേളനം നടത്തിയിട്ട് പാർട്ടി വിടും, ഞാനിപ്പം മറ്റു നേതാക്കളൊക്കെ വിളിച്ചു പറഞ്ഞ് പാർട്ടി വിടുവാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പാർട്ടി വിടുകയാണ്, ഞാനിവിടെ മത്സരിക്കുകയാണ്, സ്വതന്ത്ര മത്സരിച്ചാൽ ഈ കണ്ണൂർ സീറ്റ് മാത്രമല്ല, ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, കണ്ണൂരിൽ ഇപ്പോൾ CPMന്റെ അകത്ത് ഒരുപാട് ആഭ്യന്തര പ്രശ്നമുണ്ട്. ഈ മുത്തപ്പനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ പിണറായിയെ വെറുത്തു തുടങ്ങി. അതായത് തീയ സമൂഹമാണ്. ഈ CPMന് വേണ്ടി ഇതുവരെ കൊല ചെയ്യപ്പെട്ടത് മുഴുവൻ ഈ കണ്ണൂരിലെ തീയന്മാർ നമ്പ്യാന്മാരോടുണ്ട്. നമ്പ്യാന്മാർ നേതൃനിരയിലെത്തും, തീയന്മാർ കൊല ചെയ്യപ്പെടും. പിണറായിയൊക്കെ തീയ വിഭാഗത്തിലാണെങ്കിലും ഈ പറയുന്ന തീയ സമൂഹം അവരുടെ ദൈവം എന്ന് പറഞ്ഞ മുത്തപ്പനാണ്. നമ്മുടെ ഓഫീസിൽ മുത്തപ്പനാണ്, കണ്ടില്ലേ, കയറുന്നിടത്തിന് മുത്തപ്പനുണ്ട്. നമ്മൾ മുത്തപ്പൻ്റെ ഒരു പ്രത്യേക ഒരു ചൈതന്യം എന്ന് പറയുന്ന പ്രത്യേക ഞാൻ പറശ്ശിനിക്കടവ് പോയതാണ്. അപ്പൊ ഈ മുത്തപ്പൻ എന്ന് പറയുന്നത് എനിക്ക് അയ്യപ്പനോടുള്ള ഒരു ഇഷ്ടം പോലെ തന്നെ എനിക്കിഷ്ടമുണ്ട്. അപ്പൊ ഈ മുത്തപ്പനെ ഇവര് പിണക്കിയിരിക്കുകയാണ് ഈ CPMകാർ. മുത്തപ്പനെ പിണക്കി. മുത്തപ്പന്റെ അതുകൊണ്ട് തന്നെ പക്ഷേ ഇവർ പരമ്പരാഗതമായി പാർട്ടി അടിമകളായതുകൊണ്ടും പാർട്ടിക്ക് വേണ്ടി കൊല ചെയ്യുന്ന ആളുകളായതുകൊണ്ടൊക്കെ തന്നെ ഇവർ പരസ്യം രംഗത്ത് വന്നിട്ടില്ല. പക്ഷേ ഏതു നിമിഷവും
ഒരു കൊടുങ്കാറ്റായി മാറാവുന്നതാണ്. പക്ഷെ അത് വന്നാൽ തീർന്നു CPM. കാരണം പാർട്ടി ഗ്രാമങ്ങളുടെ അടിത്തറ തീയരാണ്, തീയ വിഭാഗത്തിൽപ്പെട്ടവരാണ് എല്ലായിടത്തും. അതെ, ഇപ്പം ഈ തെക്കോട്ട് വരികയാണെങ്കിൽ ഈഴവരാണ്, അവിടെ തീയരാണ്. അത് സ്റ്റോക്ക് വോട്ടാണ് ഇവരുടെ. ഈ വോട്ട് ഒരിക്കലും പോകുന്നില്ല. അപ്പൊ ഇവിടെ ഈ കണ്ണൂരിൽ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവര് സുധാകരൻ ഈ പാർട്ടി ഗ്രാമങ്ങളൊക്കെ ലീഡ് ചെയ്തു. അപ്പോൾ സുധാകരന് വലിയൊരു സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്താൽ ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിന് അടിത്തറകളൊക്കെ, ഉദാഹരണത്തിന് ഇപ്പൊ നോക്കൂ അവരെടുത്തിരിക്കുന്ന സ്ട്രാറ്റജി തളിപ്പറമ്പ് PK ശ്യാമളയ്ക്കെതിരെയുള്ള ഒരു വികാരം അതിഭയങ്കരമാണ്. അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. TK ഗോവിന്ദനെ അതുകൊണ്ടാണല്ലോ UDF പിന്തുണച്ചത്. TK ഗോവിന്ദൻ ജയിച്ചാം. കാരണം കാര്യം 28 ഒരു കാര്യം TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ജയിച്ചുകൂടാ. രാജ്മോഹൻ വിശാഖൻ 50,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലായിരുന്നു ജെയിംസ് മാത്യു ജയിച്ചിരുന്നത്. അതെ, അവിടെ ഗോവിന്ദൻ വന്നപ്പോൾ തന്നെ 28,000 ആയി. അത് കുടിയേറ്റ കർഷക മേഖലയായിരുന്നു. അത് കുറച്ചുണ്ട്. അല്ല, തളിപ്പറമ്പാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് മേഖലയാണ്. പക്ഷെ കുറച്ച് കുടിയേറ്റമുണ്ട്. പക്ഷെ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇവിടെ 50,000 വോട്ടിലധികം ഭൂരിപക്ഷത്തിൽ ജയിച്ചിരുന്ന ജെയിംസ് മാത്യു ഗോവിന്ദൻ വന്നപ്പോൾ 28,000-ലേക്ക് താന്നു. ഇപ്പൊ ഗോവിന്ദന്റെ ഭാര്യ വരുമ്പോൾ തോപ്പിക്കാൻ പറ്റും, അത് ഈസി ആയിട്ട് തോക്കും. കാരണം സാഹചര്യം അതാണ്. ഇപ്പൊ നമ്മൾ പറയുന്നില്ല, കഴിഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് TK ഗോവിന്ദൻ. TK ഗോവിന്ദന് അനുകൂലമായിട്ട് ഒരുപാട് ആൾക്കാർ കട്ട സഖാക്കൾ പോസ്റ്റ് ഇടുന്നുണ്ട്. സാധുവായ മനുഷ്യനാ. അതെ, അയാൾക്ക് ആരെക്കുറിച്ചും അയാൾക്കൊരു ഒരു ബുദ്ധിമുട്ട്, അയാൾക്കും അയാളെക്കുറിച്ച് പരാതിയില്ല. അങ്ങനെ അവിടെ പക്ഷെ അവിടെ എന്താ കണ്ണൂരിൽ PP ദിവ്യയെ പോലുള്ള അല്ലെങ്കിൽ ജയരാജന്മാരെ പോലെ ധാർഷ്ട്യമുള്ളവർക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. അല്ല, ഞങ്ങൾ ഈ തലക്കനവും ഞങ്ങളുടെ ഈ ധാർഷ്ട്യം പിണറായി പോകുന്ന പോലെ ഈ കടുപ്പിച്ച മുഖവും പറ്റത്തുള്ളൂ, ഈ കടിച്ചാ പൊട്ടാത്ത സംസാരവും ഇതൊക്കെ വേണം. അതാണ്. അപ്പം അവിടെ ഒരു പ്രത്യേകതരം രാഷ്ട്രീയത്തില് ഇപ്പൊ ഈ ആ ഒരു ഇമ്പാക്ട് പോകും. ഈ ഞാൻ പറഞ്ഞ തളിപ്പറമ്പിൽ ഈ പറഞ്ഞ സുധാകരൻ മാറുന്ന സാഹചര്യം ഉണ്ടായ ഗോവിന്ദൻ അനുകൂല സാഹചര്യം മാറും. അല്ല, ഇപ്പൊ അതിനകത്തെ ഒരു പ്രശ്നം തീർന്നില്ല. മറ്റേ പയ്യന്നൂര് മധുസൂദനെതിരെ കുഞ്ഞികൃഷ്ണൻ നിൽക്കും, ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. അതുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പൊ എന്ത് സംഭവിക്കുന്നത് അറിയോ, ഈ സുധാകരൻ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നെങ്കിൽ അത് CPM-ന് നേട്ടമാണ്. അപ്പൊ ഇവരുടെ ഈ കുഞ്ഞികൃഷ്ണനെയും ഈ പറയുന്ന TK ഗോവിന്ദനെയും കൂടെ ബാലൻസ് ചെയ്യാൻ ഈ സുധാകരൻ മാത്രം മതി. കാരണം അതോടുകൂടി എന്ത് പറ്റുന്നു, ഇവർക്ക് ഈസി വാക്ക് ഓവർ ആകും. ഇത് മൊത്തത്തിൽ ആ മണ്ഡലങ്ങളെ ബാധിക്കും. അതാണ് പ്രശ്നം. പക്ഷേ സുധാകരൻ ഈ സീറ്റ് മോഹം ഉപേക്ഷിച്ച് എന്നാ വേണ്ട, ഞാനിത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിക്കോളാം എന്ന് കരുതി വരികയാണെങ്കിൽ ഇത് മുന്നോട്ട് പോയി. ഒരു പ്രശ്നം വിശാഖൻ, ഇതിൻ്റെ ഒരു വലിയ ഗൗരവമേറിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധാകരന് ആരോഗ്യ പ്രശ്നമുണ്ടല്ലോ. ഉണ്ട്, 78 വയസ്സുണ്ട്. സുധാകരൻ പ്രായം അവിടെ നിൽക്കട്ടെ. കാരണം 82-ാമത്തെ വയസ്സിലെ VS അച്യുതാനന്ദൻ ആദ്യം മുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് പുള്ളി കയറിക്കൊണ്ടിരുന്നത്. പ്രായമല്ല, അദ്ദേഹത്തിന് ഓർമ്മ പെശകിൻ്റെ ഒരു വിഷയമുണ്ട് സുധാകരന്. അതായത് ഇപ്പം പെട്ടെന്ന് ആളുകളെ അങ്ങ് മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിന് ചികിത്സ നടക്കുവാണ്. അമേരിക്ക വിടാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. സുധാകരനെ സംബന്ധിച്ചുള്ള ഇത്തവണ ഈ ഒരു ചാൻസ് ഇല്ല. പിന്നെ സുധാകരൻ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒന്നും ആകാൻ പറ്റത്തുമില്ല. അദ്ദേഹം ഒരിക്കൽ മന്ത്രിയായിട്ടുണ്ടെന്നല്ലാതെ വനംവകുപ്പ് മന്ത്രിയായിരുന്നു 2001-2004 മറ്റേ പുള്ളിയുടെ ആന്റണിയുടെ. അപ്പം പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് കാലിബറുള്ള ഒരു മനുഷ്യനാണ് സുധാകരൻ. കുറച്ചുകൂടെ ആകേണ്ടതായിരുന്നു പുള്ളി. അപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മത്സരിക്കുന്നില്ലെങ്കിൽ പിന്നെ സുധാകരന് രാഷ്ട്രീയം ഇല്ല. അതാണ് അദ്ദേഹം ഈ കഴിഞ്ഞ വരുന്ന 4 കൊല്ലം MP ആയിട്ടിരിക്കുക. അപ്പൊ സ്വാഭാവികവും അദ്ദേഹം രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി. അല്ല, അദ്ദേഹം പക്ഷേ ആ MP മത്സരിക്കാൻ അങ്ങ് മാറി നിന്നാൽ മതിയായിരുന്നു. അത് വേണം ചെയ്യാമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന് പറ്റിയൊരു പ്രശ്നം. അത് അന്ന് പക്ഷേ പുള്ളി MP ആകാൻ പോയി. എനിക്ക് തോന്നുന്നത് അന്ന് ഇവർ നിർബന്ധമായി എല്ലാവരും മത്സരിക്കണമെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അത് അടൂർ പ്രകാശിന് താല്പര്യമില്ലായിരുന്നു മത്സരിക്കാൻ. അടൂർ പ്രകാശ് ഒഴിഞ്ഞു മാറാൻ ഒരുപാട് ശ്രമിച്ചു. പുള്ളി തോറ്റു പോകുമെന്നും പറഞ്ഞ ഇവിടെ മത്സരിച്ചു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പുള്ളിക്ക് യാതൊരു സന്തോഷവും ഇല്ലായിരുന്നു എന്നാ പറയുന്നത്. അതാണ് ഏറ്റവും വലിയ കാര്യത്തിൽ ഭാഗ്യത്തിൽ TN പ്രതാപനും KM മുരളീധരൻ തോറ്റും പോയി, പ്രതാപന് സീറ്റും കിട്ടിയില്ല. അതുകൊണ്ട് രണ്ടുപേരും നിയമസഭയിൽ ഒരു തർക്കമില്ലാത്ത സ്ഥാനാർത്ഥികളായി, ഒരു പ്രശ്നമില്ല. പക്ഷേ സുധാകരനെ മത്സരിപ്പിക്കാതെ മാറി നിർത്തിയിട്ട് വേറെ ആർക്കും കൊടുത്താൽ മതിയായിരുന്നു. അതെ, അത് കാണിച്ചത് വലിയൊരു വിവരക്കേടാണ് കാണിച്ചത്. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു, സുധാകരൻ മാറി നിന്നാൽ ഗൗരവമായ വിഷയം ഉണ്ടാവും. സുധാകരൻ മത്സരിക്കട്ടെന്ന് വെക്കുന്നതാണ് നല്ലത്. ഈ ബലം പിടിക്കാതെ സുധാകരൻ മത്സരിച്ചാൽ സത്യത്തിൽ സുധാകരൻ ഒഴിവാകണമായിരുന്നു. പക്ഷെ സുധാകരൻ അങ്ങനെ ഒഴിയത്തില്ല എന്ന് വാശി പിടിക്കുമ്പോൾ സുധാകരൻ മത്സരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെയും പ്രശ്നമാണ്. സുധാകരന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കൊടുക്കും. സുധാകരനെ പോലെ അല്ല മറ്റുള്ളത്. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ നാട്ടുകാരനായ അടൂർ പ്രകാശ് മത്സരിച്ചാൽ ഒരുപക്ഷെ കോന്നി കിട്ടുമായിരിക്കും. അടൂർ പ്രകാശ് മത്സരിച്ചില്ലെങ്കിൽ കോന്നി പോകുമായിരിക്കും. പക്ഷെ അതേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. ആ ഒരു മണ്ഡലത്തിൽ ആ ഇൻഫ്ലുവൻസ് നിൽക്കുവാണ്. പക്ഷേ സുധാകരൻ്റെ ഇൻഫ്ലുവൻസ് കേരളം മുഴുവനുണ്ട്. അതാണ് അതിനകത്തെ ഒരു വ്യത്യാസം. മാത്രമല്ല അടൂർ പ്രകാശ് ഒക്കെ UDFന്റെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി എന്ന് പറഞ്ഞിരിക്കുന്നത്, ഞാൻ മത്സരിക്കില്ലെങ്കിൽ കോന്നിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അതിൻ്റെ അർത്ഥം എന്താ? മോശം. അതൊക്കെ ഒരു UDF കൺവീനർ ആയിരിക്കുന്ന ഒരാൾ പറയാൻ കൊള്ളുന്ന ഒരു അങ്ങേരെ ഒരു വെറും ഒരു MPയോ ഒരു MLA ആയിട്ടിരുന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ ഈ ഘടകകക്ഷികളെ സഹിതം ഈ മുന്നണിയെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായും ചിന്തിക്കണം, കഴിഞ്ഞ 2 വട്ടവും ഇദ്ദേഹം തന്നെ വാരി തോപ്പിച്ചതാണെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അതെ, അത് ഒരു തവണ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം, റോബിൻ പീറ്റർ. അതിനു മുമ്പാണ് P. മോഹൻ രാജ് ഉപതെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ച്. അദ്ദേഹത്തെ വാരി തോൽപ്പിക്കരുത്. അദ്ദേഹം പ്രചാരണത്തിന് പോലും ഇറങ്ങിയില്ല ഉപതെരഞ്ഞെടുപ്പ്. ഈ വിശാനി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഉദാഹരണം ഞാൻ പറയാം. രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനാണ് ജോസഫ് വാഴക്കൻ. അതെ, ഏറ്റവും വിശ്വസ്തനാണ്. സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. രമേശിന്റെ സെക്കൻഡ് ഇൻ കമാൻഡാണ്. ഈ വാഴക്കനെ മൂവാറ്റുപുഴ ഒരു തവണ ജയിക്കുന്നു, 2ാം തവണ തോക്കുന്നു. തോറ്റു കഴിഞ്ഞ് 2021 തെരഞ്ഞെടുപ്പിൽ വാഴക്കനെ എങ്ങനെയാ സീറ്റ് നഷ്ടപ്പെട്ടു? അവിടെ എങ്ങനെ കുഴനാടൻ വന്നു? രമേശ് ചെന്നിത്തലയാണ്. അന്ന് VD സതീശന് ശക്തിയില്ല. അത് VD സതീശന് അപ്രസക്തനാണ്. അന്ന് ചെന്നിത്തല ഉമ്മൻചാണ്ടിയേ ഉള്ളൂ. അപ്പോൾ അതിന്റെ പിന്നിൽ കേൾക്കുന്ന കഥ രമേശ് ചെന്നിത്തല പണി കൊടുത്തതാണ്. പക്ഷേ വാഴക്കൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. വാഴക്കന് ഒരിക്കൽ പോലും വാഴക്കൻ രമേശ് ചെന്നിത്തല തള്ളിക്കളയത്തില്ല. അപ്പോൾ ഇന്നത്തെ അവസ്ഥ ഇത്തവണ വരുന്നു. അങ്ങനെ കഴിഞ്ഞ് 2ാം തവണയും വാഴക്കൻ തോക്കുന്നു. കാരണം എവിടെയോ ഒരു സീറ്റ് കാഞ്ഞിരപ്പള്ളി കൊണ്ടിട്ടു, അതോടെ എന്ത് 2 സീറ്റ് അടുപ്പിച്ച് തോറ്റുന്നുള്ള സംഭവം ഉണ്ടായി. പക്ഷെ സ്റ്റിൽ ചെന്നിത്തലയുടെ ഏറ്റവും വിശ്വസ്തനായ ആണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ വാഴക്കൻ താല്പര്യം കാണിച്ചത് വാഴക്കൻ താല്പര്യം കാണിച്ചത് പീരുമേടാണ്. പീരുമേട് വാഴക്കന് വിജയ സാധ്യതയുണ്ട്. കാരണം പീരുമേടിന്റെ ഒരു നേച്ചർ വെച്ച് നോക്കിയാൽ വാഴക്കൻ കഴിഞ്ഞ തവണ CPIയുടെ സ്ഥാനാർത്ഥി മരിച്ചു, ചെറിയ വോട്ടിനാണ് ജയിച്ചത്. അയാൾ ജയിച്ചത്. അപ്പം വാഴക്കൻ അവിടെ വിജയിച്ച. പക്ഷേ അവർ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സിറിയക് ജോസഫോ അയാൾക്ക് തന്നെ കൊടുക്കാൻ ഇവരെല്ലാം കൂടി, അതായത് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കൾ, അന്നത്തെ KPCC പ്രസിഡന്റ് ആണെങ്കിലും സതീശനും നമ്മുടെ തെന്നത്തിന് എല്ലാവരോടും കൂടി പറഞ്ഞു, വാഴയ്ക്ക നീ പോയി ഏറ്റുമാനൂർ നിൽക്കാൻ. അപ്പൊ വാഴക്കൻ പിന്നെ എല്ലാവരോടും പറഞ്ഞാണല്ലോ എന്ന് സമ്മതിച്ചു. വാഴക്കന്റെ പേര് മാത്രമാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്, ഏറ്റുമാനൂർ പോയിട്ടുള്ളത്. വാഴക്കൻ പോസ്റ്റർ അടിക്കാനായിട്ടുള്ള കാശ് കൊടുത്തു, ബാനർ അടിക്കുക. കാരണം തർക്കമില്ലല്ലോ. എല്ലാവരോടും വാഴക്കൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. എന്നോടടക്കം എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞു എൻ്റെ പേരാണ് മാത്രമാണ് പോയിരിക്കുന്നത്, നമ്മൾ പ്രവർത്തനം തുടങ്ങുവാണെന്ന് പറഞ്ഞു. ഇന്ന് നാട്ടകം സുരേഷ് സ്ഥാനാർത്ഥിയായി. പട്ടിക വന്നിട്ടില്ല. നാട്ടകം സുരേഷ് സ്ഥാനം. അപ്പം ഞാൻ എന്നോട് ഇന്നലെ ഞാൻ ഒരാളുമായി വളരെ സ്വാധീനമുള്ള ഒരുപാട് ഈ പവർ ലോബിയിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അല്ലെങ്കിൽ പവർ ലോബിയിസ്റ്റുമായിട്ട് ഞാനുമായിട്ട് സംഭാഷണമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, ചെന്നിത്തലയ്ക്കാണ് ശക്തി, ഇയാൾക്കല്ല, ആർക്ക്, സതീശനല്ല. സതീശന്റെ വിശ്വസ്തനായ ഷിയാസിന് പോലും സീറ്റ് മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഷിയാസിന് സീറ്റുണ്ട്, വാഴയ്ക്കൊരു സീറ്റില്ല. ദീപ്തി അടിച്ച പോസ്റ്ററും വെറുതെ. ദീപ്തിക്ക് വാക്ക് കൊടുത്തത് KC വേണുഗോപാല. അതെ. അപ്പോൾ ഷിയാസിനെ KC വേണുഗോപാലിന്റെ അജണ്ട പോലും മറികടന്ന് സീറ്റ് മേടിച്ചു കൊടുക്കാൻ സതീശന് കഴിഞ്ഞു. വിശ്വസ്തനായ വാഴയ്ക്കിന് സീറ്റ് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ അങ്ങേരോട് ചോദിച്ചു, ആരാണ് ശക്തൻ? അപ്പൊ അങ്ങേര് പറഞ്ഞു, അത് വലിയ കാര്യമൊന്നുമില്ല, ഈ വാഴയ്ക്കിന് എങ്ങനെയാണ് മൂവാറ്റുപുഴ സീറ്റ് നഷ്ടപ്പെട്ടെന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനെന്റെ അദ്ദേഹം പറഞ്ഞു, മുഴുവൻ ഞാൻ കാര്യം പറയുന്നില്ല. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ നോക്കൂ, വാഴയ്ക്കിന് സീറ്റില്ല, വിശ്വസിക്കാൻ പറ്റുമോ ജോസഫ് വാഴയ്ക്കൻ? അതായത് UDF അധികാരത്തിൽ വന്ന മന്ത്രിയാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ ഐ ഗ്രൂപ്പിൽ നിന്നും അടുത്ത മന്ത്രിയാണ് വാഴയ്ക്കൻ. വാഴയ്ക്കന് സീറ്റില്ല. കഴിഞ്ഞ തോറ്റപ്പം മുതൽ അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ടോമി കല്ലാനി, പൂഞ്ഞാറ്. കല്ലാനിക്ക് സീറ്റില്ല. DC പ്രസിഡന്റ് ആയിരുന്നു. BRM ഷഫീർ വർക്കലയിൽ നിന്ന് തോറ്റെങ്കിൽ അയക്ക് നെടുമങ്ങാട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ്. അയാൾ ഉറപ്പിച്ചത്. അയക്ക് സീറ്റില്ല. ഡോക്ടർ ലാൽ ആരോഗ്യമന്ത്രിയാണെന്ന് എല്ലാവരും ഒരുമിച്ച് പ്രഖ്യാപിച്ചതാ. വർക്കലയാണ് പുള്ളിക്ക് പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞില്ല, സീറ്റില്ല. അപ്പൊ ഈ രാഷ്ട്രീയ വിജയ് ഇന്ത്യയോടിന് കിട്ടുമെന്ന് VD സതീശൻ വാക്ക് കൊടുത്തിരുന്നതാണ്. വിജയ് ഇന്ത്യയോടിന് രമേശ് ചെന്നിത്തല എല്ലാ ആളുകളും പറഞ്ഞിരുന്നത്. പക്ഷെ ചെന്നിത്തല കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് അഭിനയം നിർത്തി. രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഒരു ഭാഗ്യപരീക്ഷണമാണ്. ഈ ഭാഗ്യപരീക്ഷണത്തിൽ
പലരും വന്നൊന്നും പോയി. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ ഓരോ നേതാവിനും അവരുടെ ഗ്രൂപ്പിലുള്ള ഇത്രയുള്ള MLA അവർക്ക് വേണം, എങ്കിൽ മാത്രമേ അവർക്ക് മന്ത്രിസ്ഥാനം വരുമ്പോഴും മറ്റു കാര്യങ്ങൾക്കും വില പേശാൻ സാധിക്കും. ഇപ്പം പക്ഷെ സംഭവിച്ചിരിക്കുന്നതെന്നറിയോ, KC വേണുഗോപാൽ അങ്ങേർക്ക് താല്പര്യമുള്ള പലരെയും കയറ്റിയിരിക്കുകയാണ്. ഇപ്പം പൂഞ്ഞാറിൽ ഒരു സജ്ജി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ഇടുക്കി റോയ് കെ പൗലോസ്, ഇപ്പോൾ ഓർക്കണം ഇടുക്കിയുടെ കാര്യം. ഇന്നിപ്പോൾ ഞാനൊരു മുതിർന്ന നേതാവിനോട് സംസാരിച്ചപ്പോൾ റോയ് കെ പൗലോസ് നല്ല നേതാവൊക്കെയാണ്, ജയിക്കാൻ അറിയില്ല, നല്ല സ്ഥാനാർത്ഥി, പക്ഷേ യാക്കോക്കാരനാണ്. ഇവർ മതം മാത്രം നോക്കുന്നവരാണ് ഈ UDF. ഇടുക്കിയിൽ ഒരു യാക്കോക്കാരൻ പോലും ഇല്ല അവിടെ. അവർ മൂവാറ്റുപുഴ യാക്കോക്കാരനാവാം, പെരുമ്പാവൂർ യാക്കോക്കാരനാവാം, കോതമംഗലം യാക്കോക്കാരനാവാം, കുഴപ്പമില്ല. പക്ഷേ ഇടുക്കി യാക്കോക്കാരനല്ല, ഈ സിറിയൻ ക്രിസ്ത്യാനിയാണ് ആവേണ്ടത്. അല്ല, റോഷിയാണല്ലോ എതിര്. റോഷിയെതിരെ ഇടുക്കിയിൽ ജോയ് വെട്ടിക്കുഴിയുടെ പേരായിരുന്നു ആദ്യം കരുതുന്നത്. ജോയ് വെട്ടിക്കുഴി ഉറപ്പിച്ചിട്ടൊന്നും അറിഞ്ഞത്. ഇദ്ദേഹം പഴയ DCC പ്രസിഡന്റ് അല്ലേ, ഈ റോയ് കെ പൗലോസ്. അത് പക്ഷേ റോഷിയെ തോപ്പിക്കാൻ തക്കതായിട്ടുള്ള അല്ല, കുഴപ്പക്കാരനല്ല, അല്ല റോഷി മണ്ഡലം റോഷി അതുപോലെ. പക്ഷേ LDFന്റെ ഭാഗമാണല്ലോ. അതെ, ഇപ്പൊ റോയ് കെ പൗലോസ് തീരെ മോശമൊന്നും അല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ നാട്ടു സുരേഷ് മോശമാണോ? വാഴക്കര നല്ല സ്ഥാനാർത്ഥിയാണ്. അതാണ് ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം റീപ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാം നല്ല സ്ഥാനാർത്ഥിയാണ്. ചില സീറ്റുകളുടെ കാര്യത്തിൽ ഉണ്ട്. ഇപ്പോഴും കുറച്ച് അടൂരും ചിറയൻകീഴ് പറഞ്ഞു തോന്നുന്നു, രമ്യ ഹരിദാസ് വന്നു. അടൂര് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതായത് ഹരിദാസിനെ എന്തിനാണ് ചെറിയൻകീഴ് കൊണ്ട് നിർത്തി? എനിക്ക് നമ്മൾ ഇന്നലെ ഞങ്ങളോട് സംസാരിച്ചു എന്തിനു കൊണ്ട് നിർത്തുന്നത്. അതിങ്ങനെ പണ്ട് ഇപ്പം BJP എവിടെ മത്സരിച്ചാലും O രാജഗോപാലൻ ഏതിനും കാളന്നല്ല എന്ന് പറഞ്ഞ രോഗം. അല്ല, എന്തുകൊണ്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചു? അവിടെ തന്നെ ചേലക്കരയില്ലായിരുന്നു? ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അതിനു മുമ്പ് ഇതിലും മത്സരിച്ചില്ലേ, മറ്റേ പാർലമെന്റ്. അപ്പൊ അവിടെ മത്സരിപ്പിക്കണമായിരുന്നു. അറിയില്ല എന്താണ് അവർ ഈ പണി ഒപ്പിച്ചതെന്ന് അറിയില്ല. എന്തുവേ ഇവിടെ മാത്രം തീരുന്നില്ല. ഇപ്പൊ അലോഷ്യസ് സേവ്യർ, അലോഷ്യസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കും. അദ്ദേഹത്തിന് പൂഞ്ഞാറ് കിട്ടുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി നിർത്തുമെന്ന് പറഞ്ഞു, അതും നടന്നിട്ടില്ല. സത്യത്തിൽ അയാളെ ഇടുക്കിയിലായിരുന്നു നിർത്തേണ്ടത്. കാരണം അയാൾ ഇടുക്കിക്കാരനാണ്, ഇടുക്കി നിർത്തേണ്ടതാണ് അയാള്. അദ്ദേഹം ഒരു കറുത്ത കുതിരയായിട്ട് ചിലപ്പോൾ അവിടെ ജയിച്ചുകൂടായില്ല. നല്ല മിടുക്കനാണ് അലോഷ്യസ്. പിന്നെ അതിന്റെ പേരിൽ ഈ ഞാൻ പറഞ്ഞ അലോഷ്യസിന് അവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ പണ്ട് മുതലേ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രസിഡന്റുമാർക്ക് സീറ്റ് ഉള്ളതാണ്. അത് കൊടുക്കുന്ന ഇപ്പം VS-നൊക്കെ എതിരെയായിരുന്നു കൊണ്ടിട്ട് കൊടുക്കുന്നത്. അതുപോലുള്ള ആൾക്കാർക്കെതിരെയാണ്. ഇപ്പൊ പണ്ട് പാച്ചേനി VS-നെതിരെ കൊണ്ടിട്ട്. ഇപ്പൊ ഇപ്പോഴും ഇത്തവണത്തെയും ഈ ഇറങ്ങിയ 55 പേരുടെ പട്ടിക നല്ല സുന്ദരം പട്ടിക, നല്ല സ്ഥാനാർത്ഥികളാണ്. അതിനകത്ത് എല്ലാവർക്കും VS ജോയിക്ക് കൊടുത്തു, അഭിജിത്തിന് കൊടുത്തു, അങ്ങനെ ഉള്ള. അതിനകത്തൊക്കെ ചെറിയ പ്രശ്നം. ഉദാഹരണത്തിന് VS ജോയിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ്, ഈ VS ജോയി ഇപ്പം മറ്റിരിക്കുന്ന തവനൂരാണ്. അതെ, തവനൂർ ക്രിസ്ത്യാനികളേ ഇല്ല. അതെ, ഞാൻ പറഞ്ഞ ഇപ്പൊ ഇവിടെ തന്നെയാണ് ഇടുക്കിയിൽ യാക്കോബക്കാരേ ഇല്ല. അവിടാണ് ഇദ്ദേഹത്തെ കൊണ്ട് റോയ് കെ പൗലോസിനുണ്ട്. തവനൂര് ക്രിസ്ത്യാനികളെ, തവനൂര് വാസ്തവത്തിൽ ഒരു അപ്പർ ക്ലാസ് ഹിന്ദുവിനെയാണ്. തവനൂരിലെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് സന്ദീപ് വാര്യരായിരുന്നു. കാരണം എന്താ വെച്ചാൽ സന്ദീപ് അവർക്ക് മുസ്ലിം വോട്ട് ഒരുമിച്ച് കിട്ടും. അതേസമയം ഇയാൾ അപ്പർ ക്ലാസ് ഹിന്ദു, അവിടെ ഏതാണ്ട് 55-60% ഈ ഹിന്ദുക്കളുണ്ട്. അപ്പം ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്. അവിടെ ഇല്ലാത്ത ആളുകളാണ് ഈ ക്രിസ്ത്യാനികൾ. അവിടെ കൊണ്ടുപോയി VS ജോയിക്ക് വെച്ചു. അതേസമയം തിരുവമ്പാടി ജോയി ആയിരുന്നെങ്കിൽ പകരം തവനൂർ ലീഗിന് കൊടുത്താലും കുഴപ്പമില്ല, അങ്ങനെ മതിയായിരുന്നു. അതുപോലെ ഇപ്പം തൃക്കരിപ്പൂരല്ലേ സന്ദീപ് വാര്യർക്ക് കൊടുത്തിരിക്കും. പക്ഷെ അത് തരക്കേടില്ല കേട്ടോ. ഞാനതിനെ ജോസഫ് മത്സരിച്ച മണ്ഡലം കഴിഞ്ഞാണ്. അതെങ്ങനെ ഈ തൃക്കരിപ്പൂരിന്റെ പ്രത്യേകത, തൃക്കരിപ്പൂർ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ കുടിയേറ്റ കർഷകർ ഒരുപാടുള്ളൊരു മണ്ഡലം. നായനാർ ജയിച്ച സ്ഥലം, അതായത് ഈ ചീമേനി, കയ്യൂർ എന്നൊക്കെ പറഞ്ഞ CPM-ന്റെ പഴയ കോട്ടകളില്ലേ, പഴയ അവരെ ചരിത്ര സ്മരണ, അവരുടെ ആ ഒരു സ്ഥലമല്ല ഇതിന്റെ അകത്ത് വരും. അതായത് തൃക്കരിപ്പൂർ എന്ന് പറയുന്നത് തന്നെ ഒരു പാർട്ടി വികാരമുള്ളതാണ്. അവിടെ എല്ലാം തീയ വിഭാഗത്തിൽപ്പെട്ടവരുടെ വലിയ സ്വാധീനമുണ്ട്. ഞാൻ മുത്തപ്പന്റെ സ്വാധീനം. അപ്പൊ പണ്ട് മുതലേ അവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർക്കാണ് മജോറിറ്റി. പക്ഷേ 2 പഞ്ചായത്ത്, എളേരി, വെസ്റ്റ് എരേളിയും സൗത്ത് എരേളിയും 2 പഞ്ചായത്തുകൾ, ഈ 2 പഞ്ചായത്തുകളും ഈ കുടിയേറ്റക്കാരുടെ ഏറിയാണ്. അതിൽ ചിറ്റാലിക്കാൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഈ ചിറ്റാലിക്കാൽ എനിക്കിത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാടിൻ്റെ, ഇപ്പം ഞങ്ങളുടെ കരിയിലക്കുളം എൻ്റെ വീട്ടിൻ്റെ ഞങ്ങളുടെ ഒരു ഭാഗം മുഴുവൻ അവിടെ. അപ്പം ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാരാണ്, ഇവിടുന്ന് കുടിയേറിയവരാണ്. പാലക്കാർ. അതായത് ഞങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ട് എത്തപ്പെട്ടത് ഈ പാല, ചെങ്ങളം, കാഞ്ഞിരമറ്റ സ്ഥലത്താണ്. അവിടെ ഏറ്റവും ഇളയ അനിയൻ താമസിച്ചിട്ട് ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളും പല സ്ഥലത്തേക്ക് പോയി. അപ്പം എൻ്റെ വല്യപ്പൻ പോയത് ആര്യങ്കാവിനാണ്. അവിടെ നിന്നാണ് ഞാൻ എരുമേലിക്ക് വരുന്നത്, എൻ്റെ അപ്പൻ വരുന്നത്. അപ്പം എൻ്റെ വല്യപ്പൻ്റെ മറ്റൊരു സഹോദരൻ പോയത് ഇടുക്കിയിലാണ്. അപ്പം അവിടെയാണ് ഇടുക്കി വിഷനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹൈറേഞ്ച് ഇടുക്കി വിഷൻ, ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, ഇതെല്ലാം ഞങ്ങളുടെ അവരുടെ ആ ശാഖയുടെയാണ്. മറ്റൊരാൾ പോയത് ഈ വല്യപ്പൻ്റെ വേറെ ഈ ചിറ്റാൽക്കാരാണ്.
ഇത്തരത്തിൽ അപ്പോൾ ഈ ചിറ്റാലക്കാലം ഞാൻ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ അവിടെയൊക്കെ വലിയ ആവേശമാണ് ഇപ്പം ഈ സന്ദീപ് വാര്യർ വന്നപ്പോൾ. ക്രിസ്ത്യൻ സാധനമുണ്ട്, പിന്നെ മുസ്ലിം വോട്ട് നന്നായിട്ട് കിട്ടും. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, മുസ്ലിം വോട്ട് തള്ളി പറഞ്ഞു വന്നപ്പോൾ മുസ്ലിം വോട്ട് കിട്ടും. അപ്പം ഈ മാത്രമല്ല നിങ്ങൾ പരിഗണിച്ച് നോക്കണം, ഞെട്ടിപ്പോ. ഞാൻ അതിൻ്റെ 2011 വെറും 11,000 വോട്ടിനാണ് CPM ജയിക്കുന്നത്. 11,000 വോട്ടിന് 2011 16 ആയപ്പോൾ അത് 16,000 ആയി. ഇപ്പോൾ അത് 22,000 ആയി. പക്ഷേ ഇപ്പോൾ 22 ആയത് 2021 22 ആയത്. ആ കാര്യം MP ജോസഫ് എന്ന് പറയുന്ന മാണി സാറിൻ്റെ ഒരു മരുമകനുണ്ട്. അത് വെച്ചാൽ പുള്ളി പഴയൊരു IAS കാരനെ കണ്ട് ജോലി രാജിവെക്കുകയോ പോവുകയൊക്കെ ചെയ്ത ഒരാളാണ്. മാണി സാറിൻ്റെ താല്പര്യമില്ലായിരുന്നു. പുള്ളിക്ക് അധികാരമോഹമാണ്. പുള്ളിക്ക് എവിടെയെങ്കിലും സീറ്റ് വേണം പറഞ്ഞ് പുള്ളി എല്ലാ പാർട്ടിയിലും പോയി. അങ്ങനെ ജോസഫ് പുള്ളി എടുത്ത് ആർക്കും വേണ്ടാത്തൊരു സീറ്റ് നില കൊടുത്താണ്. അപ്പോൾ അവിടെ സന്ദീപ് വാര്യർ ചിട്ടയോടെ അടുക്കോടെ പ്രവർത്തനം നടത്തിയാൽ ജയിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തള്ളി പറയാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മുടെ പെരുമ്പാവൂരും സംഭവിച്ചിരിക്കുന്നത്, പെരുമ്പാവൂര് എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുത്തിട്ടില്ല പറയുന്നു. സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറയുന്നു. എൽദോസ് കുന്നപ്പള്ളിക്കൊക്കെ വേണേൽ സീറ്റ് കൊടുക്കാവുന്നതാണ്. എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി പ്രകടനം നടന്ന് പറയുന്നത് അല്ല, എന്താ അടുത്ത ദിവസമാണ് ഇയാൾക്കെതിരെ ഒരു കോടതി. അതായത് ഇയാളുടെ ആ കേസിൽ 26-ാം തീയതി കോടതിയിൽ പരിഗണന വരും. അപ്പോൾ ഈ എങ്ങാനും ഒരു രാഷ്ട്രീയ താല്പര്യം ഉള്ള ഒരു മജിസ്ട്രേറ്റിലാണെങ്കിൽ പരസ്യമായി എന്തെങ്കിലും പറഞ്ഞാൽ തീർന്നു. അതാ പെണ്ണ് കേസൊക്കെ ജനപ്രതിനിധികൾ അത് മുഴുവൻ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. ഈ സമയം കാരണം ചിലർക്ക് വലിയ അബദ്ധം പറ്റും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ. അല്ലാതെ ചോദിക്കും, ഇതിനിടയ്ക്ക് വെള്ളാപ്പള്ളി നടേശന് പണി കിട്ടിയത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറയണം. കോടതിയിൽ ഇന്ന് അയോഗ്യതയ്ക്ക് സ്റ്റേ ചോദിച്ചിട്ട് എല്ലാം കൊളക്കലൊക്കെയാണ് ഇവർ ചെന്നത്. സ്റ്റേ കിട്ടുമെന്നുള്ള ഉറപ്പില്ല. കാരണം സർക്കാർ വക്കീൽ പറയുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പുതിയ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നിയമിക്കാൻ പറ്റില്ല, ഒരു DIN നമ്പർ വേണം, അങ്ങനെയുള്ള ഒരു 36 പേരെ വേണം, അവരെ കണ്ടെത്തി നിയമിക്കാമെങ്കിൽ കാലതാമസം ഉണ്ടെന്ന് പറയും. അപ്പോൾ അങ്ങനെ സർക്കാർ വക്കീൽ പറയുന്നു. ഇവരുടെ വക്കീൽ വന്ന ഇവരുടെ കേസ് നമ്പർ മുഴുവൻ തെറ്റിച്ചാണ് ചെന്നേക്കുന്നത്. കേസ് ലിസ്റ്റ് ചെയ്ത കേസുകളുടെ നമ്പരെല്ലാം തെറ്റിച്ചു, മനഃപൂർവ്വം തെറ്റിച്ചതാണ്. അതുപോലെ ഇട്ടിരിക്കുന്ന നമ്പർ വേറെ ഏതോ കേസിൻ്റെ നമ്പർ. അങ്ങനെ ഇത് രണ്ടും കൊണ്ടു കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇവർ കോടതിയിൽ ആവശ്യപ്പെടുക ഈ അവസ്ഥയിൽ ഇന്നത്തേക്ക് സ്റ്റേ തരണം, ഇന്ന് ഇതങ്ങ് സ്റ്റേ ചെയ്തതാണ്. അപ്പോൾ കോടതി പറഞ്ഞു പറ്റുകയില്ല. ഇവരുദ്ദേശിച്ചത് ഈ വെടക്കാക്കിയിട്ട് തനിക്കാക്കി ഇതെല്ലാം തെറ്റിച്ച് കൊണ്ട് കൊടുത്താൽ നമുക്ക് അയോഗ്യതയുടെ ആ വെള്ളാപ്പള്ളി നടേശൻ അത് ഗുരുദേവന്റെ ഒരു കൃത്യമായ ഇടപെടലാണ്. കറക്റ്റ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലുമാണ് ചെന്നിരിക്കുന്നത്. അത് കാരണം ഉണ്ടല്ലോ അദ്ദേഹം നോക്കുമ്പോൾ കോടതി ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലാണ് ചെന്നിട്ടാണ് ഇവരുടെ ടെക്നിക്ക് എനിക്ക് തോന്നുന്നു ബെഞ്ചിന് പിടികിട്ടി. ബെഞ്ച് അത് പണി കൊടുത്ത് അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ കലാപം തുടരുകയാണ്. ഇത് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി എന്ത് കലാപം ഉണ്ടെങ്കിലും ഞാൻ പിന്നെ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ എന്നും അടിയാണ്. എല്ലാ കാലത്തും തന്നെ അടിയുണ്ട്, പ്രതിഷേധമുണ്ട്, പ്രകടനമുണ്ട്. CPM അത് ഇല്ലായിരുന്നു, ഇപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ അടി കാരണം അത് ചർച്ചയിൽ നിന്ന് പോയി. പക്ഷേ കണ്ണൂരിലെ ആ ഒരു സംഭവത്തിനൊന്നും വാർത്താ പ്രാധാന്യം അങ്ങോട്ട് പോകാൻ നേരെ സുധാകരനിലേക്ക് പോയി. സുധാകരന്റെ കാര്യം മാത്രം സെറ്റിൽ ചെയ്താൽ പ്രശ്നം പരിഹരിക്കും. സുധാകരന്റെ ഉള്ളൂ, ബാക്കിയൊന്നും അടൂർ പ്രകാശിനൊന്നും കൊടുക്കാനേ പാടില്ല. അല്ല, ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. സുധാകരന്റെ മാത്രം പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം. അരമണിക്കൂറും പിന്നിട്ട് കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഈ കോൺഗ്രസിന്റെ അകത്തെ പ്രശ്നമാണ്. ജനങ്ങളെ മടുപ്പിക്കുന്നുണ്ട്, അണികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജനങ്ങളെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. 10 കൊല്ലത്തെ ദുർഭരണം കാരണം ജനം മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം, ഈ പ്രശ്നമൊക്കെ കോൺഗ്രസിൽ എക്കാലത്തുള്ളതാണ്. UDF അധികാരത്തിൽ വരുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ തുടരും. എന്തായാലും ഇവന്മാർ ഈ അലമ്പും ബഹളമൊക്കെ നിർത്തി ദയവായി ഒന്ന് മര്യാദക്കാരായി തെരഞ്ഞെടുപ്പിൽ നേരിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.